അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്ന ഒരു പടമാണിത്. പറഞ്ഞു വരുന്നത് 2021 പുറത്തിറങ്ങിയ ടൊവിനോ ചിത്രം കാണെ കാണെ. ഇവിടെ ഒരു സ്ട്രേഞ്ച് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് വന്നൊരു റിപ്പോർട്ട് പ്രകാരം ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇല്ലിസിറ്റ് ഓഫീസ് റിലേഷൻഷിപ്പ് നടക്കുന്നതിൽ 2ാമത്തെ സ്ഥാനം നമ്മുടെ രാജ്യത്തിനാണ്. യെസ്, ഇതേ ലൈനിലുള്ള ഒരു കാര്യം സംസാരിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഇതേ ലീഡ് പെയറിന്റെ, അതായത് ടൊവിനോ തോമസ് ഐശ്വര്യ ലക്ഷ്മി ടീമിന്റെ മറ്റൊരു ചിത്രത്തിൽ അവരിരുവരും ഒന്നിച്ചെങ്കിൽ, ഒരാൾക്ക് കൂട്ടായി മറ്റൊരാൾ ജീവിതകാലം മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നിയ അതേ ജോഡിയെയാണ് ഈ സിനിമയിൽ ഒരുമിച്ചിരിക്കുന്നത് കണ്ട് നമുക്ക് ദേഷ്യം വരുന്നത്. ബേസിക്കലി എല്ലാം എഴുത്തിന്റെ പവറാണ്. എഴുതി വെച്ച കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സിനോട് നമുക്ക് ഇഷ്ടവും അനിഷ്ടവും തോന്നുന്നതും ഇതേ എഴുത്തിന്റെ പവർ തന്നെയാണ്. അപ്പോൾ ഈ പടത്തിൽ ആരാണ് കൂടുതൽ വെറുപ്പിച്ചതെന്ന് ചോദിച്ചാൽ, വെറുപ്പിച്ചത് ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടർ, അതൊരു പൊടിക്ക് ഐശ്വര്യ ലക്ഷ്മിയുടെ കഥാപാത്രം തന്നെയായിരുന്നു. എന്ന് കരുതി നായകനായ അലൻ മാന്യനായിരുന്നു എന്നല്ല, കൂട്ടത്തിലെ ഏറ്റവും ബ്രൂട്ടൽ ആക്ട് ചെയ്തിരിക്കുന്നത് അയാളാണ്. പക്ഷെ കാണുന്ന പ്രേക്ഷകന് മുന്നിൽ മിക്ക സമയത്തും അയാൾ സൈലന്റ് ആയിരുന്നു. ഇതിന്റെയൊക്കെ ഒത്ത നടുക്കായി സുരാജിന്റെ ആ ഒരു അച്ഛൻ കഥാപാത്രവും, പുള്ളിയുടെ ആ മാനറിസങ്ങളും, ഒറ്റപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയും, ശേഷം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ചില റിയലൈസേഷൻസും, അത് ഉറപ്പിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന അന്വേഷണങ്ങളും, ഇതൊക്കെയായി മൊത്തത്തിലൊരു വല്ലാത്ത പടം. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ചൊരു ക്ലൈമാക്സ് കിട്ടുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നെങ്കിലും ഇതിൽ ഒരു തെറ്റും ചെയ്യാത്തൊരു കഥാപാത്രത്തിന് സംഭവിച്ച ആ ഒരു കാര്യം ഓർക്കുമ്പോൾ അതിപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യും.